ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഓയിലാണ് കേട്ടോ, ഗോൾഡ് വിന്നർ അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മസാലക്കൂട്ടുകൾ, പട്ട, ഗ്രാമ്പൂ, ഏലം, അങ്ങനെയുള്ള കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തു. എന്നിട്ട് കുറച്ച് പെരുംജീരകം കൂടി ചേർക്കും കേട്ടോ. ഒരു നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. പെരുംജീരകം ചേർത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സബോള ചേർക്കുകയാണ് കേട്ടോ. സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. സബോളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴണ്ടി കിട്ടും. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കുകയാണ്. ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഉള്ളി ഒന്ന് നന്നായി വഴണ്ടി കിട്ടട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട്. നന്നായിട്ട് ആയിട്ടില്ല. നമ്മളതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഞാൻ ഇവിടെ കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെല്ലാം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ. അപ്പോൾ ചതച്ച് വെച്ചെല്ലാം കൂടി ഞാൻ സബോള വഴറ്റുന്നതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകരുത്. ഗ്യാസ് കുറച്ച് വെച്ചിട്ട് എല്ലാം ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ആ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി നന്നായിട്ട് വെന്തുടയണം കേട്ടോ. അതുപോലെ തന്നെ ഉള്ളി നന്നായിട്ട് വേഗമല്ല, നന്നായിട്ട് വഴണ്ട് കിട്ടണം കേട്ടോ. എന്നാൽ അപ്പോൾ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. ഈ മസാലകളെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കരിഞ്ഞു പോകരുത്. ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല കരിഞ്ഞു പോവാതെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയെല്ലാം മൂത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തു കേട്ടോ. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു.
ഉപ്പും ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി ആദ്യം ചേർത്ത് ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്, അത് നമ്മൾ ചേർക്കുക കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കുക. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ ആ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ ചേർക്കും, അത് കഴിഞ്ഞ് അവസാനം ചേർക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. വെന്തിട്ടില്ല, നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ആവാനുണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ആയിട്ടുണ്ട്, കണ്ടോ. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് അവസാനം ചേർക്കുക. കുരുമുളകും മല്ലിയിലയും കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.